സ്നേഹമുള്ളവരെ, നമ്മൾ ഈശോയുടെ പ്രവിക്കൊരുങ്ങുമ്പോൾ ഈ പ്രവിക്കാലം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ചിന്ത നക്ഷത്രങ്ങളുടെ കാലമാണ്. നമ്മളെവിടെ നോക്കിയാലും എല്ലാ വീടുകളിലും സ്ഥാപനങ്ങളിലൊക്കെ നക്ഷത്രം തൂക്കുന്ന ഒരു പതിവ് നമുക്കുണ്ട്. എന്താണ് ഈ നക്ഷത്രം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്? ക്രിസ്തുവിലേക്ക് പ്രയാണം ചെയ്യാനായിട്ട് ജ്ഞാനികളെ വഴി കാണിച്ചതാണ് നക്ഷത്രം. അപ്പം നമ്മുടെ ജീവിതം നക്ഷത്രം പോലെ ആകണം എന്ന ഈശോ ആഗ്രഹിക്കുന്നത്. വഴികാട്ടിയായിട്ട് മാറുക. നമ്മുടെ കൂടെയുള്ളവരെ, നമ്മൾ കണ്ടുമുട്ടുന്നവരെ ക്രിസ്തുവിലേക്ക് നയിക്കുന്നവരായിട്ട് മാറാനുള്ള ഒരു പരിശ്രമമാണ് ഈ ക്രിസ്മസ് കാലം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അതോടൊപ്പം നമുക്കറിയാം, ജ്ഞാനികളുമായി പുൽക്കൂട്ടിലേക്ക് പ്രയാണം ചെയ്ത നക്ഷത്രം ഹെറോദസിന്റെ ഭവനത്തിലേക്ക് ജ്ഞാനികൾ പ്രവേശിച്ചപ്പോൾ മാറി നിന്ന നക്ഷത്രത്തെക്കുറിച്ചാണ് അതിനെ ഓർമ്മപ്പെടുത്തുന്നത്. ഇത് നമ്മളെ ഓർമ്മപ്പെടുന്ന ചിന്ത ചെയ്താ നമ്മുടെ കൂടെയുള്ളവര് തിന്മയിലേക്ക് കടക്കുമ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കാതെ മാറി നിൽക്കാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അവരെ ശരിയായ മാർഗത്തിലേക്ക് നയിക്കാനുള്ള ഒരു തീരുമാനം നമുക്ക് എടുക്കേണ്ടിയിരിക്കുന്നു. വീണ്ടും നമുക്കറിയാം, ഹെറോദസിന്റെ ഭവനത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ ബെത്ലഹേം വരെ ജ്ഞാനികളോടൊപ്പം യാത്ര ചെയ്യാനായിട്ട് നക്ഷത്രമുണ്ടായിരുന്നു. ഇതുതന്നെയാണ് നമ്മുടെ ജീവിതം ഓർമ്മപ്പെടുത്തുന്നത്. ക്രിസ്തുവിലെത്തുവോളും ദൈവം നമ്മെ ഭരമേൽപ്പിച്ചവരുടെ കൂടെ യാത്ര ചെയ്യാൻ, അവരുടെ ജീവിത പരാജയങ്ങളിൽ അവർക്ക് പ്രാർത്ഥനയായി, തുണയായി, കരുതലായി കൂടെ നിൽക്കാൻ, അവർക്ക് സത്യത്തിൻ്റെ മാതൃക നൽകി സത്യത്തിൻ്റെ വഴിയിലേക്ക് അവരെ നയിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ ഓരോരുത്തരും രൂപാന്തരം പ്രാപിക്കണമെന്ന് ഈ പ്രവിക്കാലം നമ്മളെ ഓർമ്മപ്പെടുത്തുക. അപ്പം നമുക്കിന്ന് നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. ഇതുപോലെ ഒരു വഴികാട്ടിയാകാൻ, തിന്മയിലായിരിക്കുന്ന വ്യക്തിക്ക് നന്മയുടെ വഴിയിലേക്ക് പിന്തിരിയാനുള്ള പ്രാർത്ഥനയായി, സ്നേഹമായി, കരുതലായി എനിക്ക് കൂടെ നിൽക്കാനായിട്ട് ആകുന്നുണ്ടോ എന്നൊരു ചിന്ത നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകണം. അതാണല്ലോ ഈശോ നമ്മളെ പഠിപ്പിച്ചത്. അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്നവരുടെ മുമ്പിൽ പ്രകാശമായി അവതരിച്ച മിശിഹ. നമുക്കറിയാം, ബെത്ലഹേമിലെത്തി കാലിത്തൊഴുത്തില് ജ്ഞാനികള് ഈശോയെ ആരാധിച്ചു കഴിഞ്ഞപ്പോൾ പിന്നീട് അവരുടെ ജീവിത ബന്ധാവിലെ നക്ഷത്രമില്ല. മറ്റൊരാൾക്ക് നന്മ ചെയ്ത്, മറ്റൊരാൾക്ക് തുണയായി അവന്റെ ജീവിതം ദൈവത്തിൽ എത്തിക്കഴിയുമ്പോൾ പിൻവാങ്ങാനുള്ള ഒരു മനോഭാവം കൂടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. അതാണ് ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുക. ഞാനാണ് നിന്റെ വിജയത്തിന് കാരണം, ഞാൻ മൂലമാണ് നീ ഇങ്ങനെ ഉയർന്നത് എന്ന ചിന്തയിൽ അവനെ എപ്പോഴും നമ്മുടെ അടിമയാക്കുന്ന ഈ ലോകത്തിന്റെ മനോഭാവത്തിൽ നിന്നും പിൻവാങ്ങുന്ന ഒരു മനോഭാവത്തിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുന്ന കാലമാകണം ക്രിസ്മസ് എന്ന് പറയുന്നത്. ഈശോയെ കുറിച്ച് വചനം പറയുന്നത് അങ്ങനെയാണല്ലോ, അവൻ നന്മ ചെയ്ത് കടന്നുപോയി. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ഈ ക്രിസ്മസ് കാലത്ത് നമുക്കും ഒരു തീരുമാനമെടുക്കാം. ഈശോ നൽകിയ ഈ ചുരുങ്ങിയ ജീവിതം, താൽക്കാലിക ജീവിതം, നിത്യത്തിലേക്കുള്ള നമ്മുടെ പ്രയാണത്തില് അവരെ നന്മ ചെയ്തുകൊണ്ട് ആ നന്മയുടെ ഉറവിടമായ ക്രിസ്തുവിലേക്ക് അവരെ ആനയിക്കാനായിട്ട് എനിക്ക് സാധിക്കണമെന്ന് ചിന്തയോടെ ജീവിച്ച് ചെയ്യാവുന്ന നന്മ ചെയ്ത് പിൻവാങ്ങുന്ന ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി നമ്മളെ തന്നെ ഈ ക്രിസ്മസ് കാലത്ത് നമുക്ക് ഒരുക്കാം. ഈ ഒരുക്കത്തിനായിട്ട് അഭിവന്യ പിതാക്കന്മാർ നൽകുന്ന സന്ദേശങ്ങളെ സ്വീകരിച്ച് നമ്മുടെ ജീവിത നവീകരണത്തിനായിട്ട് പരിശ്രമിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശവുമായി ഒരിക്കൽ കൂടി ക്രിസ്മസ് നമ്മെ സമീപിക്കുകയാണ്. ആദ്യത്തെ ക്രിസ്മസ് ബേത്ലഹേമിലെ പുൽക്കൂട്ടിലായിരുന്നു. ഈശോയുടെ അമ്മയായ മറിയവും വളർത്തുപിതാവായ യൗസേപ്പും ഈശോയ്ക്ക് ജന്മം നൽകുവാൻ ഒരിടം തേടിയെങ്കിലും, സുരക്ഷിതമായ ഒരു സ്ഥലം തേടിയെങ്കിലും അവർക്കത് ലഭിക്കാതെ വന്നപ്പോഴാണ് കാലിത്തൊഴുത്തിലെ പുൽക്കൂട്ടിൽ ഈശോ ജനിക്കാൻ ഇടയായത്. ആ സന്തോഷത്തിൻ്റെ വലിയ സദ്വാർത്ത ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ നോക്കിയിരുന്ന ഇടയന്മാർക്ക്
ലഭിക്കുന്നുണ്ട്. ദൈവദൂതന്മാർ നൽകിയ സന്ദേശം ഇതാണ്: അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. സ്വർഗത്തെയും ഭൂമിയെയും തമ്മിൽ ബന്ധിപ്പിച്ച ആ വലിയ സംഭവമാണ് ക്രിസ്മസിലൂടെ നമ്മൾ ആഘോഷിക്കുന്നത്. അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ഒരു ജനത ആ അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിക്കൊണ്ട് അസമാധാനത്തിൻ്റെ മേഖലയിൽ കഴിഞ്ഞിരുന്ന ഒരു ജനത അതിൽ നിന്ന് ഉയർകൊണ്ട് സമാധാനത്തിൻ്റെ ഒരു മേഖലയിലേക്ക് കടന്ന സന്ദർഭമാണ് ക്രിസ്മസ്. ആദ്യത്തെ ക്രിസ്മസ് ഈശോയുടെ മാതാപിതാക്കളായ ജോസഫിനും മറിയത്തിനും എത്രമാത്രം മാനസിക സംഘർഷം നൽകിയോ, അതുപോലുള്ള സംഘർഷഭൂരിതമായ അനുഭവങ്ങൾ ഇന്ന് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഈ വർഷത്തെ ക്രിസ്മസിൻ്റെ സന്ദർഭത്തിലുമുണ്ട് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയുകയാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, വിവിധ രാജ്യങ്ങളിൽ ജനത അടിമത്തത്തിലും അസമാധാനത്തിലും കഴിയുന്നുണ്ട്. യുദ്ധക്കെടുതികളിൽപ്പെട്ട് സഹിക്കുന്ന അഭയാർത്ഥികളായി സ്വന്തം നാട്ടിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക്, അപരിചിതമായ പ്രദേശങ്ങളിലേക്ക് ഓടിപ്പോകേണ്ടി വരുന്ന ജനതയെ ഈ ക്രിസ്മസ് കാലത്ത് നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാൻ കഴിയട്ടെ. ഒരുപക്ഷെ ഭാരതീയരെ സംബന്ധിച്ച്, കേരളീയരെ സംബന്ധിച്ച് നമുക്ക് അസമാധാനവും അശാന്തിയും അടിമത്തവും അതിൻ്റെ കാഠിന്യം എത്രമാത്രമെന്ന് ലോകത്തിൽ ഇവ അനുഭവിക്കുന്ന ജനതയോട് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ അത്ര എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് വരണമെന്ന് നിർബന്ധമില്ല. നമ്മളിന്ന് ജീവിക്കുന്ന സുരക്ഷിതമായ ഈ മേഖലകളിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായിട്ട് ഓരോ ദിവസവും പ്രഭാതം പുലരുമ്പോൾ മുതൽ അന്തി ഉറങ്ങുന്ന സമയം വരെയും രാത്രി മുഴുവനും അസ്വസ്ഥതയുടെയും അസമാധാനത്തിൻ്റെയും കഠിനമായ മാനസിക വ്യഥകളുടെയും മേഖലകളിലൂടെ കടന്നു പോകുന്ന ജനതയെക്കുറിച്ച് ചിന്തിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അവിടെയെല്ലാം ആദ്യത്തെ ക്രിസ്മസ് കാലത്ത് ദൈവദൂതന്മാർ ആട്ടിടയന്മാർക്ക് നൽകിയ സന്ദേശം പോലെ സന്ദേശത്തിൻ്റെ സ്വരം കേൾക്കുവാൻ അവർക്കിടവരുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഈ ഭൂമിയെ ഒരു സ്വർഗമാക്കി തീർക്കാൻ സ്വർഗത്തിൽ നിന്ന് ദൈവം മനുഷ്യനായി അവതരിച്ചു. പ്രസിദ്ധ സുവിശേഷ പ്രസംഗകനായ ഫുൾട്ടൻ ജഷീൻ വിവരിക്കുന്ന മനോഹരമായൊരു സംഭവമുണ്ട്. എങ്ങനെയാണ് സ്വർഗവും ഭൂമിയും തമ്മിൽ ബന്ധപ്പെടുന്നത് എന്ന്. പൂർവ്വപിതാവായ യാക്കോബ് ഒരു പ്രസിദ്ധമായ ഒളിച്ചോട്ടം നടത്തുന്നുണ്ടല്ലോ. തൻ്റെ സഹോദരനായ ഏസാവിൽ നിന്ന് അകന്നുമാറി അമ്മാവനായ ലാബാൻ്റെ അടുക്കൽ ചെന്ന് ജീവിച്ച് ലാബാൻ്റെ മക്കളായ ലെയായെയും റാഹേലിനെയും ഭാര്യമാരായി സ്വീകരിച്ച് തനിക്ക് ഉള്ള മക്കളെയും പരിചാരകരെയും ഭൂസ്വത്തുമൊക്കെയായിട്ട് മടങ്ങി സഹോദരനായ ഏസാവിൻ്റെ അടുക്കലേക്ക് വരുന്നു.
തൻ്റെ സഹോദരൻ തന്നെ ഏതുവിധം സ്വീകരിക്കുമെന്നുള്ള ഭയാശങ്കകൾ അവൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ അവൻ തനിക്കുള്ളതെല്ലാം അക്കരെ എത്തിച്ച് യാബോക്ക് എന്ന കടവിൽ നിൽക്കുന്നുണ്ട്. തൻ്റെ ഭാര്യമാരെയും പരിചാരികമാരെയും തനിക്കുള്ളതിനെ മുഴുവനും അവൻ അക്കരെ എത്തിച്ച് ഒരു ദൈവദൂതനുമായി മൽപ്പിടുത്തം നടത്തുന്നുണ്ട്. അങ്ങനെ അവൻ ദൈവികമായൊരു മേഖലയിലെത്തി സമാധാനം കണ്ടെത്താനായിട്ട് പരിശ്രമിക്കുന്നു. അതിനു മുമ്പ് തന്നെ ഈ ഒളിച്ചോട്ടത്തിൻ്റെ സമയത്ത് യാക്കോബ് വഴിയരികിൽ ഒരു കല്ല് തലേണയാക്കി വെച്ച് കിടന്ന സന്ദർഭത്തിൽ അവനൊരു ദർശനമുണ്ടാകുന്നുണ്ട്. സ്വർഗം മുട്ടെ നിൽക്കുന്ന ഒരു ഗോവണി, അത് ഭൂമിയിൽ ഉറപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ദൈവദൂതന്മാർ അതിലൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. യാക്കോബ് ദർശനം കണ്ട ഈ സ്ഥലത്തിന് ലൂസ് എന്നാണ് പേര്. യാക്കോബ് ആ സ്ഥലത്തിന് ഒരു പുതിയ പേരിടുന്നുണ്ട്, ബെഥേൽ. ലൂസ് എന്ന് പറഞ്ഞാൽ വേർപെടൽ, സെപ്പറേഷൻ എന്നാണ്. ബെഥേൽ എന്ന് പറഞ്ഞാൽ ദൈവഭവനം എന്നാണ് അതിനർത്ഥം. ഈ ലോകത്തിൽ നിന്ന് വേർപെട്ട് ദൈവത്തിൻ്റെ ഭവനമാകാൻ നമുക്ക് കഴിയണം. ദൈവം മനുഷ്യനായി അവതരിച്ചത് ഈ വലിയ സത്യം നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഭൂമിയിൽ നമ്മെ ബന്ധനത്തിലാക്കുന്ന എല്ലാത്തിനെയും പരിത്യജിച്ചുകൊണ്ട് സമാധാനത്തിൻ്റെ മേഖലയിലൂടെ സഞ്ചരിച്ച് ദൈവത്തെ സ്വീകരിക്കാനായിട്ടുള്ള നല്ല മനോഭാവങ്ങൾ ആർജിച്ചെടുക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഈ ക്രിസ്മസ് കാലത്ത് ചുറ്റുപാടും ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും, നമ്മുടെ വീട്ടിലുള്ള ആളുകൾക്കും നമ്മുടെ സമൂഹത്തിലുള്ള ആളുകൾക്കും എല്ലാം സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അനുഭവങ്ങൾ പ്രദാനം ചെയ്യുവാൻ നമുക്ക് കഴിയട്ടെ. ക്രിസ്മസ് അങ്ങനെ നല്ലൊരു ആത്മീയ അനുഭവത്തിൻ്റെ സന്ദർഭമായിട്ട് നമുക്ക് തീരട്ടെ. ഇടവകകളിൽ വളരെ സജീവമായി പ്രവർത്തിച്ചുകൊണ്ട് ദൈവിക കാര്യങ്ങളിൽ സജീവമായി വ്യാപൃതരായിക്കൊണ്ട് നമുക്ക് ഈ ക്രിസ്മസ് അന്വർത്ഥമാക്കി തീർക്കാനായിട്ട് പരിശ്രമിക്കാം. മറ്റക്കര HFC ഹോളി ഫാമിലി ചർച്ച് നേതൃത്വം നൽകിക്കൊണ്ട് ഈ ഒരു സന്ദേശം നിങ്ങളുടെ ഇടവകയുടെ പശ്ചാത്തലത്തിലും ലോകം മുഴുവനിലും എത്തിക്കാനുള്ള നിങ്ങളുടെ പരിശ്രമങ്ങളെ നല്ലവനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധനായ യോസേപ്പും പരിശുദ്ധയായ മറിയവും പുൽക്കൂട്ടിൽ ജനിച്ച ഈശോയെ നസ്രസിലെ തിരുക്കുടുംബത്തിൽ ഏതുവിധം വളർത്തിയോ അതുപോലെ കുടുംബ ജീവിതത്തിൽ ദൈവം ദാനമായി നൽകിയ മക്കളെ വിശുദ്ധിയിൽ വളർത്തി സന്തോഷകരമായൊരു കുടുംബജീവിതം നയിക്കുവാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണി ഈശോ നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.